ഒരുപാട് ഓർമ്മകളാണ്. അണ്ണൻ പറഞ്ഞു തരുന്ന ചില പാട്ടുകളൊക്കെ എൻ്റെ അടുത്ത് പറയും, ഇത് നമുക്ക് ഭയങ്കര വേറൊരു ലെവലിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങും. അതിൽ ഒരു പാട്ട് എനിക്ക് ഓർമ്മ വന്നു, കാരണം ഒരു ദിവസം മുഴുവൻ പാടിയ പാട്ടാണ്. അത് മമ്മൂക്കയുടെ ഒരു പടമാണ്. ആ പാട്ട് ഇങ്ങനെ തുടങ്ങുന്നത്: നിറനാഴിപ്പൊന്നിൻ മലരാര്യൻ നെല്ലിൽ മണ്ണ് തെളിയുന്നേ, തെളിമിന്നൽ തേവി മറുകണ്ഠം പൂട്ടി മനസ്സും കുളിരുന്നേ, നമ്മുടെ പൂജ റെക്കോർഡിംഗ് സ്റ്റുഡിയോ. ഇത് നമ്മൾ ഏകദേശം കാലത്ത് 10 മണിക്ക് റെക്കോർഡിംഗ് തുടങ്ങി എറണാകുളത്ത്. തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് ഒരു 1 മണിയായപ്പോൾ പറഞ്ഞു നോക്കി ഊണ് കഴിച്ചിട്ടുണ്ട്. അത്രയും സമയം ഒരു പല്ലവി ആയുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഊണ് കഴിച്ചിട്ട് പിന്നെ അതിന്റെ അനുപല്ലവി എടുത്തു. അപ്പോഴത്തേക്ക് വൈകുന്നേരം 5 മണിയായി. ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മൾ താഴെ പോയി വടയും ചായ എല്ലാം കുടിച്ചിട്ട് വീണ്ടും വന്നിട്ട് അതിന്റെ ചരണവും തീർന്നു. എന്റെ ലൈഫിൽ ഞാൻ എത്രയും കൂടുതൽ സമയം എടുത്ത് പാടിയ ഒരു പാട്ടാണ്. അതാണ് ഞാൻ. പക്ഷെ അത് ഡബിൾ ട്രാക്ക് ആയിരുന്നു. അതിന്റെ അനുപല്ലവിയിൽ ഭയങ്കര ഭയങ്കര റേഞ്ചുള്ള പാട്ടാണ്. താഴെ നിന്ന് വലിയ ഹൈയിൽ പോകും. പിന്നെ ഡബിൾ ട്രാക്ക് ആകുമ്പോൾ നമ്മളെല്ലാം സിങ്ക് ചെയ്ത് പോകാൻ വേണം. ഇപ്പോഴും പെട്ടെന്ന് ഓർമ്മ വന്നോണ്ട് ഞാൻ പറഞ്ഞതാണ്. അണ്ണൻ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു പാട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അതെന്താണ്? അതെൻ്റെ കുഴപ്പമായിരിക്കും ചിലപ്പോൾ. കാരണം നമ്മളൊരു പാട്ട് ചെയ്താലും റെക്കോർഡിങ് പാട്ട് പാടി മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ട് കേൾക്കുമ്പോഴും അതവിടെ വേണ്ടായിരുന്നു, അതിങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ അത് എൻ്റെ ഒരു കുഴപ്പം. ഒന്നും പൂർണ്ണത ഫീൽ ചെയ്യുന്നില്ല. അതാണ് എൻ്റെ ഒരു കുഴപ്പം ഇപ്പോഴും. അതെ. അപ്പം പിന്നെ പാട്ടിലാണോ അതോ പാട്ടുകാരിലാണോ അതോ മൊത്തത്തിൽ പാട്ടിലാണോ? എൻ്റെ കുഴപ്പമാണ് പാട്ടിലാണ്. പാട്ടുകാരല്ല, അവരൊക്കെ ഉഗ്രനായി പാടും. എൻ്റെ ഒരു പ്രോബ്ലം ആയിരിക്കും അത്. അപ്പൊ അവിടെ ഇങ്ങനെ പാടിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പാടാമായിരുന്നു. അവിടെ പിന്നെ പാടിയത് അവിടെ ഇത്ര ഫീൽ കുറവുള്ളപ്പോൾ അതൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോഴൊന്നും കുഴപ്പമില്ല, പാടിക്കുന്ന സമയത്തൊന്നും കുഴപ്പമുണ്ടാവില്ല. അവർ നമ്മുടെ സമയം എടുത്തിട്ടാണ് പാടിപ്പിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ പോയതിനു ശേഷം വീണ്ടും ഞെട്ട് കേൾക്കും എവിടെയെങ്കിലും വീണ്ടും കുഴപ്പമുണ്ടോന്നൊക്കെ. അപ്പോഴങ്ങനെ തോന്നാറ്. പിന്നെ അങ്ങനെയൊക്കെ തന്നെ വിടും. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് തരങ്കിണി സ്റ്റുഡിയോയിലെ മുദ്ര എന്ന സിനിമ. അയ്യോ, അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്ത ഒരു ഗാനമാണ്. അതിന് എനിക്ക് മോഹൻ സിത്താര എന്ന് പറഞ്ഞ വ്യക്തി, അല്ലെ മോഹൻ, അല്ലെ സിത്താര, അല്ലെ അണ്ണൻ, എനിക്കൊരിക്കലും എന്ത് നൽകിയാലും മതിയാവില്ല, എത്ര സ്നേഹം പകർന്നാലും മതിയാവില്ല, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സാറ്റിസ്ഫൈഡ് ആവത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ. കാരണം അതിനൊരു താങ്ക്സ് പറയുക എന്ന് പറയുന്ന ഒരു ശരിയല്ല. അതെനിക്ക് തന്നത് എങ്ങനെയാണ് എനിക്ക് തന്നത്. അത് സാധാരണ ആ സമയത്തൊക്കെ ദാസാറാണല്ലോ പാടുന്നത് എല്ലാ പാട്ടുകളും. അതെ, എത്ര വർഷം മുമ്പാണ്. അതെ അതെ അതെ. അതെന്താ ശ്രീകുട്ടൻ, നമ്മളൊരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു വോയിസ് വരും. ആ വോയിസിൽ പാടിയാൽ ആ പാട്ട് മറ്റൊരെല്ലാവരും പാടി നന്നാവും. പക്ഷെ ആ പാട്ടിന് കുറച്ചും വേറെ എന്താ പറയുക, സുഖം കിട്ടും, പുതുമ കിട്ടും. അപ്പോൾ ആ ശ്രീകുട്ടൻ ഈ പാട്ട് പാടിയപ്പോൾ തന്നെ ആ പാട്ടിൻ്റെ റേഞ്ച് മാറിപ്പോയി. എവിടെ പോയി കഴിഞ്ഞാലും, ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും സംഗീത പ്രേമികൾ ആദ്യം പറയുന്നത് ശ്രീകുട്ടൻ ആ പുതുമഴയായി പൊഴിയ, അത് അസല് പാട്ടാണ് മോഹൻ സിത്താരയുടെ. അത് ഞാൻ ശ്രീകുട്ടൻ പറയുന്ന സമയത്ത് ഞാൻ തരങ്കിണി സ്റ്റുഡിയോ ഓർമ്മ വരുന്നത്. കാരണം രാത്രിയിൽ 9 മണി 10 മണിയൊക്കെ ഉണ്ടാവും. ശ്രീകുട്ടൻ അന്ന് അവിടെ AC ഒന്നുമില്ലല്ലോ. അപ്പോൾ ശ്രീകുട്ടൻ പാടി പൊട്ടൊക്കെ ഇങ്ങനെ വിയർത്ത് ഇങ്ങനെ പേപ്പറിൻ്റെ അകത്തൊക്കെ വിയർപ്പൊറ്റി വീട്. അല്ല, ആലോചിച്ച് AC ഇല്ലാതെ നമ്മളൊരു 4 മണിക്കൂർ ഒരു ബൂത്തിൽ നിന്ന്. അതെ 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 അതെ. പുതുമഴയായി പൊഴിയാ മധുമയമായി ഞാൻ പാടാ, കടവിലെ കിളികൾ തൻ കനവിലെ മോഹമാ, പുഴയിലെ ഓളങ്ങൾ തേടും പുതുമഴയായി പൊഴിയാൻ, മധുമയമായി ഞാൻ പാടാം.
കടവിലെ കിളികൾ തൻ കനവിലെ മോഹമാ പുഴയിലെ ഓളങ്ങൾ തേടും പുതുമഴയായി ഒഴിയാം മധുമയമായി ഞാൻ പാടാ. അയ്യോ അയ്യടാ കണ്ണൊക്കെ വെള്ളം വരുന്നത്. അല്ല, ആ ഓർമ്മകള് ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. അതുപോലെ അതിന്റെ അനുപല്ലവി കാലം മാറി തക്കച്ചി തക്കച്ചി, അത് അതിന്റെ പിക്കപ്പും തീര തീര അതിന്റെ ഓർക്കസ്ട്ര എല്ലാം എനിക്കിങ്ങനെ എപ്പോഴും പല സ്ഥലങ്ങളിലും പോകുമ്പോഴേ അതിങ്ങനെ മനസ്സിലിങ്ങനെ തികട്ടി വന്നോണ്ടിരിക്കും. ഇനി വരുന്ന ഗാനമേളയ്ക്കെല്ലാം ഞാനിത് പാടാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. പാടില്ലേ? പാടിയിട്ടുണ്ട്. പക്ഷേ ഈ പുതുമഴയായ രാവിൽ എന്നുള്ള നമ്മളിപ്പോൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ പാടുമ്പോഴത്തേക്ക് അവർക്ക് അത് ഡള്ളായി പോകുമെന്ന് പേടിച്ചിട്ട് അന്ന് പാടുന്ന പാട്ടെന്ന് പറയുമ്പം 14 രാവിന്റെ പിറ പോലെ വന്നല്ലോ, പനിനീരിൻ കടവത്ത് കുടമുല്ല പൂത്തല്ലോ, മണിമുത്തും പൊന്നിന്റെ ഉടവാളും ഉണ്ടല്ലോ, മരുഭൂവിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ, മുല്ലപ്പൂവിൻ ചേലൊത്ത വെള്ളപ്പഞ്ഞി കുപ്പായം, വെള്ളിച്ചെല്ല കിണ്ണത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ, ദിൽ ദിൽ സലാം സലാം ദിൽ മുബാരക് സലാം സലാം ദിൽ യാ അല്ലാ യാ. അപ്പൊ ഈ പാട്ടുകളൊക്കെയാണ് ഈ പബ്ലിക് ഓഡിയൻസിൽ വരുമ്പോഴത്തേക്ക് അതിന് കൂടുതൽ കയ്യടിയൊക്കെ കിട്ടും. പക്ഷെ എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇനി എന്ത് വേദിയാണെങ്കിലും എല്ലാ വേദികളിലും പുതുമഴയായി പൊഴിയാം ഞാൻ പാടിയിരിക്കും. കാരണം അത് തീർച്ചയായിട്ടും ഇറ്റ്സ് എ ക്ലാസിക് ഓഫ് മലയാളം ഫിലിം മ്യൂസിക്. അത് നല്ലൊരു മെലഡിയാണത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നമ്മൾ ഇങ്ങനൊരു പാട്ട് കമ്പോസ് ചെയ്യാൻ ഒരു ചാൻസ് തന്ന സിബി മലയിലിനെ ഈ സന്ദർഭത്തിൽ എനിക്ക് നന്ദി പറയണോ. അതുപോലെ അതിന്റെ പ്രൊഡ്യൂസർ ശശി, സിബി മലയിൽ അല്ലേ, അവർക്കെല്ലാം നമുക്ക് ഈ അവസരത്തിൽ നന്ദി പറയാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.